മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാണെങ്കിൽ വീട്ടിലോട്ട് ചെല്ലുമ്പോഴേക്കും ആകെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ സീമന്തിനിയും വാമദേവനും. അങ്ങനെ സീമന്തിനി മേഘനെ കാണുന്നതും മേഘനോട് ഓടിച്ചെന്ന് പറയുന്നുണ്ടെടാ, നീ അറിഞ്ഞോടാ, മഞ്ജു വീട്ടിൽ ചെന്നപ്പോഴേക്കും കണ്ണനും മഹാലക്ഷ്മിയും ഒരു പെട്ടി നിറയെ സ്വർണം കൊടുത്തെന്നാണ് അറിഞ്ഞതെന്നെല്ലാം പറയുമ്പോഴേക്കും മേഘൻ പറയുന്നുണ്ട്, അതിലൊന്നും വലിയ കാര്യമില്ല അച്ഛാ, അവളുടെ വയറ്റിൽ ചെന്നിരിക്കുന്ന ആ വിഷ ജ്യൂസ് കഴിച്ചിട്ട് അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടും, അതോടുകൂടി അവളുടെ ജീവിതം ഇല്ലാതാവുമെന്നെല്ലാം മേഘൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സീമന്തിനി പറയുന്നുണ്ട്, നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ചെറിയ വയറുവേദനയും എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് അപ്പച്ചി പറഞ്ഞത്. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവളുടെ കുഞ്ഞില്ലാതാവുന്നതോടെ സാഗറിനെ അവൾ വെറുക്കാൻ തുടങ്ങും. സാഗറാണ് ഇതിന് കാരണക്കാരനെന്ന് എല്ലാവരും പറയുമ്പോഴേക്കും സാഗറിനെ വെറുത്തുകൊണ്ട് അവൾ എൻ്റെ അടുത്തോട്ട് തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും വാമദേവനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്ത് വർത്തമാനമാണ് പറയുന്നത്, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അവളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും നീ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് നീ ആ ഒരു കാര്യം മാത്രം വിചാരിക്കരുത്, നീ മര്യാദയ്ക്ക് നിൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്കെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമദേവൻ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് സീമന്തിനിയോടായിട്ട് പറയുന്നുണ്ട്, മേഘനാഥൻ അച്ഛനായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് നല്ലത് കേട്ടേനെ ഞാൻ ഇയാളെ കൊല്ലുമായിരുന്നു എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും സീമന്തിനിയാകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. നീ എന്താടാ അച്ഛനെ കൊല്ലുമെന്നാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്യും, എന്നെക്കൊണ്ട് ചെയ്യിക്കും, അതിനുള്ള എല്ലാ ലക്ഷണവും അച്ഛൻ്റെ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. ഇയാളെല്ലാം അത്ര നല്ല പുണ്യവാളനൊന്നും അല്ല, ഇയാളെല്ലാം ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് മേഘനാഥൻ. നീ ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പിറകെ നടക്കാതെ നീ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വാതിയെ കെട്ടിച്ചയക്കാൻ നോക്ക്. അവളെ നല്ലൊരു ആലോചന വരുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ കൊടുക്കേണ്ടി വരും. അത് കണ്ണനുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സഹായിക്കുള്ളൂ. കണ്ണൻ്റെ അടുത്ത് നിന്നും ഒരു സഹായം കിട്ടണമെങ്കിൽ അവരുടെ അടുത്ത് നീ വെറുക്കാതെ നിൽക്കണമെന്നെല്ലാം പറയുന്നുണ്ട് സീമന്തിനി. പിന്നീട് മഞ്ജുവിൻ്റെ കാര്യം ആലോചിച്ചിരിക്കുകയാണ് ദുർഗ. മഞ്ജുവിന് എന്താണ് സംഭവിക്കുന്നത്, വയറുവേദന എല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ കരുണ വരുന്നുണ്ട്. അമ്മേ മഞ്ജുവിനെ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല മോളെ, ഞാൻ വിളിച്ചില്ല, എന്നെ വിളിച്ച് ചോദിക്കാം അമ്മ, അവൾക്ക് എങ്ങനെയുണ്ട്, ഇവിടുന്ന് വയറുവേദനയായിട്ട് പോയതല്ലേ, എന്തെങ്കിലും സംഭവിച്ചെന്ന് നമുക്ക് അറിയണമല്ലോ എന്ന് അറിഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജു ആണെങ്കിൽ യാതൊരുവിധ കൂസലുമില്ലാതെ തന്നെ സംസാരിക്കുകയാണ്. മഞ്ജു പറയുന്നുണ്ട്, അന്ന് അവിടെ നിന്ന് വന്ന പോലെ തന്നെ ചെറിയ തോതിലുള്ള വയറുവേദനയെല്ലാം ഉണ്ട്, അല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താ മോളെ ഹോസ്പിറ്റലിൽ പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, ആ സ്വർണ്ണമെല്ലാം കൊണ്ടുവന്നിട്ട് നീ എന്ത് ചെയ്തു, സാഗറിൻ്റെ അടുത്തൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ സാഗരേട്ടൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് മഞ്ജു പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദുർഗയാകെ ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് പറയുന്ന, സാഗരേട്ടന് ഞാനും ഒന്നല്ലേ, പിന്നെ എന്തിനാണ് സ്വർണം മാറ്റി വെക്കുന്നതെന്നെല്ലാം മഞ്ജു തിരിച്ച് ചോദിക്കുന്നുണ്ട്. മഞ്ജു എപ്പോഴും നമ്മുടെ മേഘേട്ടൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം അമ്മേ, അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് സാഗറിൻ്റെ അടുത്ത് നിന്നും ഇവിടെ കൊണ്ടുവരണമെന്നെല്ലാം കരുണ പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ഏതായാലും കണ്ണൻ മലയ്ക്ക് പോകുമല്ലേ, കണ്ണൻ മലയ്ക്ക് പോയതിന് ശേഷം ഇവിടെയുള്ളവളാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലോട്ട് പോകും. അതേസമയം നമുക്ക് 2-3 ദിവസത്തേക്ക് മഞ്ജുവിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. അപ്പോഴേക്കും നമുക്ക് അവൾക്ക് എന്തെങ്കിലും ജ്യൂസ് കൊടുത്ത് അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മോളെ, നീ സമാധാനമായിട്ട് ഇരിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ കരുണയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോ ആണെങ്കിൽ നമ്മുടെ കണ്ണനെയും കൂട്ടി ഒരു അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട്. അവിടെ ആളൊഴിഞ്ഞൊരു അയ്യപ്പ ക്ഷേത്രമാണത്. അങ്ങനെ കണ്ണൻ അവിടെ ചെല്ലുമ്പോഴേക്കും മാർക്കോനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഏതാണ് ഈ അയ്യപ്പ ക്ഷേത്രം, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണല്ലോ വരുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, ഇത് മലയ്ക്ക് പോകുമ്പോൾ എല്ലാവരും വന്ന് കാണുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ഇവിടെ, അതുകൊണ്ടാണ് സാറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മലയ്ക്ക് കയറുന്ന ആർക്കും ഒന്നും സംഭവിക്കില്ല, നല്ല രീതിയിൽ തന്നെ അയ്യപ്പനെ തൊഴുതു വരാനുള്ള ഭാഗ്യമുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സാറിനെയും കൂട്ടി വന്നതെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹിയുമാണെങ്കിൽ മലയ്ക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയ കാര്യമെല്ലാം കണ്ണനാണെങ്കിൽ മഹിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, സൂക്ഷിക്കണം കണ്ണേട്ട, എന്താണെങ്കിലും കണ്ണേട്ടൻ നടക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, നടന്ന് മല കയറണോ കണ്ണേട്ട, അത് നമുക്ക് വീൽ ചെയറിൽ തന്നെ ആയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ നല്ല രീതിയിൽ തന്നെ മല കയറാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ആകെയുള്ള ആശ്വാസം നമ്മുടെ മാർക്കോയും സാഗറും ലോപ്പസും ഒക്കെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കുമാണ് എനിക്ക് വളരെ ആശ്വാസമാകുന്നതെന്നൊക്കെ മഹി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും ഒരു ധൈര്യം, മാർക്കോ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ്, എൻ്റെ ഉണ്ണി സ്നേഹിക്കുന്നതിനെക്കാട്ടും കൂടുതൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ മാർക്കോ, അതുകൊണ്ട് മാർക്കോ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ല മഹി, താൻ സമാധാനമായിട്ടിരിക്കുന്നെല്ലാം പറയുന്നുണ്ട്. താൻ എന്താണെങ്കിലും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അനന്തുവിൻ്റെ വീട്ടിലോട്ട് പൊക്കോണം, ഇവിടെ നിൽക്കേണ്ട, ഇവിടെ എന്നെ തന്നെ സേഫായിട്ട് നിർത്തിയിട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്.
ഞാനും അങ്ങോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക കണ്ണേട്ട എന്നൊക്കെ മഹി പറയുന്നുണ്ട്. പിന്നീട് മലയ്ക്ക് പോകുന്നവരെ അപായപ്പെടുത്താനായിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ് മേഘനാഥൻ. 4 പേരാണ് മലയ്ക്ക് പോകുന്നത്. അതിൽ 3 പേരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരാളെ വെറുതെ വിട്ടേക്കണം, മറ്റുള്ളവരെ 3 പേരെയും ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ മേഘനാഥൻ. സാറ് പറയുന്ന പോലെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തോളാം, അതുകൊണ്ട് സാർ ധൈര്യമായിട്ടിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് മേഘനാഥനോട് ഗുണ്ടകൾ. പിന്നീട് കണ്ണൻ മലയ്ക്ക് പോകുന്നതിന് മുമ്പേ തന്നെ മഹിയാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ട്. അവിടെ വെച്ച് ദിവ്യയായ അമ്മയെ കാണുന്നുണ്ട്. അങ്ങനെ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്ന മഹിയോട് അമ്മ പറയുന്നുണ്ട്, മോനാണെങ്കിൽ 3-4 ദിവസത്തേക്ക് അത്ര നല്ല ദിവസമില്ല, അത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അത് കഴിഞ്ഞിട്ട് മോനോട് മലയ്ക്ക് പോകാൻ പറഞ്ഞാൽ മതി എന്നമ്മ പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഹിക്കാണെങ്കിൽ ആകെ പേടിയാകുന്നുണ്ട്. അങ്ങനെ മഹി ചോദിക്കുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടന് ഒരു കുഴപ്പവും വരികയില്ലോ, അതുകൊണ്ട് മലയ്ക്ക് പോയിട്ട് സന്തോഷകരമായിട്ട് തന്നെ തിരിച്ചു വരില്ലേ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മോൻ്റെ കൂടെ പോകുന്ന കുട്ടികളെല്ലാം മോനെ നന്നായിട്ട് നോക്കിക്കോളും, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ മോൻ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരും, മോൾ സമാധാനമായിട്ടിരിക്കുന്നല്ല അമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.